ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ഡേ 3 ഓഫ് ട്രെയിനിങ് ആട്ടോ, 3ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു 9:15 ആയപ്പോഴത്തേനും ഞാൻ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പരിസരമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കാണാൻ കരുതി. കാരണം ഡേ 3 ആയിട്ടും ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ക്ലാസ്സിൽ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകും. അങ്ങനെ സറൗണ്ടിങ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ക്ലാസ്സിൻ്റെ തൊട്ടടുത്തായിട്ടോ ശലഭ പാർക്കെന്നും പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആയുർവേദ ചെടികളൊക്കെ ഇല്ലേ, അതിന് വേണ്ടിയിട്ട് വേറൊരു സെക്ഷനൊക്കെ കണ്ടത്. അവിടെ നിറച്ച് മറ്റേ ചിത്രശലഭങ്ങൾ എപ്പോഴും വരാറുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു കാറ്റും അതിൻ്റെ ഉള്ളിലേക്ക് വേറെ രീതിക്ക്, അതായത് ഒരു ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാനും നല്ല രസമാണ് കേട്ടോ. ഈ ഒരു പ്രൈമറി സെക്ഷനിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കിനും വേറൊരു ലോകത്തെത്തിയ പോലെ, വേറൊരു സ്ഥലത്തെത്തിയ പോലെയാണ് തോന്നുന്നത്. രണ്ടും ഒരേ കോമ്പൗണ്ടിലാണെങ്കിലും പക്ഷേ ഈ പ്രൈമറി ആ ഒരു സെക്ഷൻ വേറൊരു രീതിക്കുള്ളൊരു തീമിൽ ചെയ്തേക്കുന്ന കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ രാവിലെ തന്നെ കുറേ ചെടികൾക്കൊക്കെ എൻ്റെ കൂടെയുള്ള ടീച്ചർ, അതാട്ടോ ആര്യ ടീച്ചർ, അപ്പോൾ ടീച്ചറിന് കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവർ പുതുതായിട്ട് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു പുള്ളിക്കാരി. അങ്ങനെ ഒരു 9:45 ആകുമ്പോഴത്തേക്കിനും മക്കൾ വന്ന് ഏകദേശം കയറി ക്ലാസ്സിലേക്ക് കയറും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എല്ലാവരും വന്നിട്ടും ഉണ്ടാകും. അങ്ങനെ ഞാൻ ഒരു 9:15 ആയപ്പോൾ ക്ലാസ്സിലേക്ക് കയറി. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ടീച്ചിങ് എയ്ഡ് ആട്ടോ ഇത് 2 ഇന്ന് കുറച്ച് ഡേയ്സിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ ഞാൻ കാക്കേ കൂടെ ഇവിടെ ഇല്ലേ, അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയ കുറച്ച് പിക്ചേഴ്സും എല്ലാം വരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ളത് എൻ്റെ ടീച്ചിങ് ലെസൺ പ്ലാൻ ആട്ടോ, ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരാഴ്ചയിൽ എത്ര ഡേയ്സ് ഉണ്ടെന്നാ പറഞ്ഞേ? 1 വീക്കില് 7 ഡേയ്സ് ആണ് ഉള്ളത്. മനസ്സിലായോ? അപ്പൊ ടീച്ചർ കുറച്ച് സംഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഡേയ്സ് ഇൻ എ വീക്ക്, അതായത് ഒരാഴ്ചയില് എത്ര ദിവസം ഉണ്ടെന്ന് ടീച്ചറുടെ ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ഡേയ്സ് ഉള്ളത്? 1 2 3 4 5 6 7. അപ്പൊ ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉള്ളത്? 7. ഇനി ഏതൊക്കെ ഡേയ്സാ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ, ഇതിന്റെ മലയാളം അറിയാമോ? സൺഡേ എന്താ? ഞായർ. മൺഡേ എന്താ? തിങ്കൾ. ട്യൂസ്ഡേ എന്താ? ചൊവ്വ. വെഡ്നെസ്ഡേ ഏതാ? ബുധൻ. തേഴ്സ്ഡേ ഏതാ? വ്യാഴം. ഫ്രൈഡേ ഏതാ? വെള്ളി. സാറ്റർഡേ ഏതാ? ശനി. നിങ്ങൾക്ക് സ്കൂളുള്ള ഏതൊക്കെ ദിവസം? സൺഡേ സ്കൂളുണ്ടോ? സൺഡേ ഹോളിഡേ ആണ്. സൺഡേ എന്താ? ഹോളിഡേ. സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞാൽ എന്താ? അവധി ദിവസം. അതെ. തേഴ്സ്ഡേ വരെ ഉള്ളോ? പിന്നെ ഫ്രൈഡേ. നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഇത്രയും ദിവസമാണ് സ്കൂളുകൾക്ക് വർക്കിംഗ് ഡേയ്സ് ഉള്ളത്. മനസ്സിലായോ? അതിനകത്ത് സൺഡേ എന്ന് പറയുന്നത് എന്താ? ഹോളിഡേ. ഹോളിഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവധി ദിവസം. ആ ദിവസങ്ങളിലാണ് നിങ്ങൾ എല്ലാവർക്കും കാണാനും സിനിമയ്ക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ എത്ര ദിവസം സാമ്പാർ എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് സാമ്പാർ. പ്രത്യേകിച്ച് ഈ സ്കൂളിലെ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അന്നൊന്നും ഇത് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ട കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ പിള്ളേർക്ക് പുഴുങ്ങിയ മുട്ട വലിയ താല്പര്യമില്ല, കുറേയൊക്കെ വേസ്റ്റായി പോകുന്ന കാരണം ഇപ്പോൾ അവർ മുട്ട ഉച്ചയ്ക്ക് ചിക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പയറ് തോരനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മക്കൾക്ക് എല്ലാവർക്കും താഴെ എത്തി എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളും ചോറ് തന്നെയാണെന്ന് കരുതി. പിന്നെ ചോറിന് ചെറുതായിട്ട് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ സെപ്പറേറ്റ് ഉപ്പും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറും
പിന്നെ മുട്ട ചിക്കിയതും പിന്നെ ആ ഒരു പയറിൻ്റെ ആ ഉപ്പേരിയും കുറച്ച് ആ ഒരു ഉപ്പ് ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ചോറെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ബെല്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് ജസ്റ്റ് അവിടെ ഒന്ന് നടക്കാൻ ഇറങ്ങി. അപ്പോൾ ആ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ട്രെയിനിൻ്റെ മോഡലിലൊക്കെ അവരൊരു സംഭവം തന്നെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റ് ആട്ടോ ഇൻ്റർവെൽ കളിക്കാൻ പോകാനും. പിന്നെ അവരുടെ പാർക്കൊക്കെ ഉണ്ട്, അത് നാളെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഹോംവർക്കും അല്ലാതെ അവിടെ ഇരുന്ന് എഴുതാൻ വേണ്ടി കൊടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തെറ്റുകളൊക്കെ വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് അതും മക്കൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം നേരെ വീട്ടിലേക്ക് ഇക്കാക്ക വന്നപ്പോൾ പോയി. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.